നമസ്കാരം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്നലെ ഞാൻ രാത്രി ക്രിസ്മസിൻ്റെ ഒരു സന്ദേശമായിട്ടൊരു ലൈവ് ഇട്ടിരുന്നു. ആ ലൈവ് കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പിന്നീട് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. മെയിൻലി അതിനകത്തൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റ് ഔട്ട് ചെയ്ത വിഷയം അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു അനുഭവകഥ പോലെ. മറ്റൊന്നെന്ന് പറയുന്നത്, ഇന്നലെ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാൽ സിനിമ ആയ ഋഷഭ 2023 പ്രഖ്യാപിച്ച ഒരു തെലുങ്ക് സിനിമയാണത്. പല തവണ അതിൻ്റെ കാസ്റ്റൊക്കെ മാറി ഇപ്പോഴത്തെ ഒരു കാസ്റ്റിലേക്ക് വന്നു. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോഹൻലാൽ അല്ലാതെ മറ്റൊരു മെയിൻ സ്ട്രീം ആക്ടർ എന്ന് പറയാൻ പറ്റുന്നത്, നമുക്കറിയാവുന്നൊരു ആക്ടർ എന്ന് പറയാൻ പറ്റുന്നത് ഗരുഡനാണ്, KGF. അതല്ലാതെ എനിക്ക് പെട്ടെന്ന് ഫെമിലിയറായ ആക്ടർ അതിനകത്ത് വേറൊരാൾ 1 2 3 4 5 6 പേരെങ്ങാണ്ടേ ഉള്ളൂ. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള തെലുങ്ക് സിനിമകൾ നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ളവർ, അവരുടെയൊക്കെ പേരൊന്നും എനിക്കറിയില്ല എല്ലാവരുടെയും. പിന്നെ ഒരു ലേഡി ഉള്ളത് ഒരു നേഹ സക്സേന. ഈ സിനിമ കണ്ടിട്ട് ഞാൻ കണ്ടിറങ്ങി. എനിക്ക് നല്ലൊരു അനുഭവം, തിയേറ്റർ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അനുഭവപ്പെട്ടതും അങ്ങനെയാണ്. ഞാൻ എന്താണ് സിനിമയുടെ ട്രെയിലറും ടീസറും പാട്ടുകളും കണ്ടപ്പോൾ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്തത്, ഞാൻ അതിനപ്പുറത്തേക്ക് എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. മുൻപൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, നന്ദമൂരി കല്യാൺ റാവുണ്ട്, NKR, അതായത് NKRൻ്റെ സിനിമ, അതായത് ബിംബിസാര എന്ന് പറഞ്ഞ സിനിമ. ആ ലെവൽ സിനിമയാണ് ഇതെന്ന് മനസ്സിലായിരുന്നു. കാരണം തെലുങ്ക് സിനിമയാണ്, തെലുങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അവർ മേക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ആ രീതിയിലാണ് ഈ സിനിമയെ ഞാൻ അപ്രോച്ച് ചെയ്തത് പോലും. ഈ സിനിമ കാണാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി ഞാൻ കൊണ്ടുപോയത്. ഒരിക്കലും ഒരു മലയാള സിനിമ കാണുന്ന രീതിയിലേക്ക് അല്ല ഞാൻ ഈ സിനിമ കാണാൻ തീരുമാനിച്ചതും. പക്ഷേ എനിക്കൊരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയൊരു ഗുണമായ നല്ലൊരു കാര്യം, നല്ലൊരു ഡയറക്ടർ, നല്ലൊരു സ്ക്രിപ്റ്റ് എന്തായാലും ഉണ്ടെങ്കിൽ മലയാളത്തിലെ 2ാം ഊഴത്തിലെ ഭീമൻ, മലയാളത്തിൻ്റെ മോഹൻലാൽ അല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അത് എനിക്ക് മലൈക്കുട്ടി വാലിബൻ കണ്ടപ്പോഴേ മനസ്സിലായി. അയാളിൽ ആ നടനുണ്ട്. ആ ഭീമനെ ചെയ്യാൻ മോഹൻലാൽ അല്ലാതെ ആരും ഇല്ല. നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ അത് മറ്റൊരാളോട് കാണരുതെന്നും പറയാനുള്ള അവകാശമില്ല. കാരണം അയാൾ അത് കണ്ടിട്ടേ അയാളുടെ അഭിപ്രായം പറയണം. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ്, അത് നിങ്ങൾ കണ്ടിട്ടുള്ള അഭിപ്രായം. ഇപ്പോൾ ഞാൻ FBയിൽ കയറി കണ്ടത് ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സും ഒക്കെ ആയിട്ട് കുറേ ഒരു സിനിമ അപരാധം എന്നൊക്കെ എഴുതിയിട്ട് അത് നിങ്ങൾക്ക് ഫാൻസിന് ഇതില്ല, ഹോപ്പില്ല എന്ന് പറഞ്ഞു. ഫാൻസ് തന്നെയാണ് മോഹൻലാലിനെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിലെ നടനെ, എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിലെ നടനെ കാണാനാണ്. നല്ലൊരു മോഹൻലാൽ സിനിമ, മോഹൻലാലിലെ ഒരു നടൻ്റെ പെർഫോമൻസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് വാനപ്രസ്ഥത്തിലേക്ക് അതൊന്നും ഇനി ഒരിക്കലും സംഭവിക്കത്തില്ല. കാരണം അതൊക്കെ ചെയ്യാൻ പറ്റിയവരൊക്കെ പോയി, അതിന് പറ്റിയൊരു ക്രൂ ഒക്കെ പോയി. ഇപ്പോഴത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയാണ്. അന്നേരം ആ രീതിയിലുള്ളൊരു സിനിമ വരില്ല. പക്ഷേ അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ അറിയാവുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്രൂ അങ്ങനൊരു സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനൊരു സിനിമ വന്നത് മലൈക്കോട്ടെ വാലിബനാണ്. അതിന് പരാജയത്തിൻ്റെ ഒരു കാരണം പ്രൊഡക്ഷൻ ഹൗസ് ചെയ്ത അതിൻ്റെ പ്രൊമോഷൻ രീതി തന്നെയാണ്. അതൊരു വൻ മാസ് മസാല പടം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു മലയാളത്തിൽ നിന്നൊരു KGF അല്ല, ബാഹുബലി പ്രതീക്ഷിച്ച് ആ രീതിയിലുള്ളൊരു പ്രൊമോഷനായിരുന്നു അതിന് കൊടുത്തിരുന്നത്. ഇതിൽ ഭാഗ്യത്തിന് ആ പ്രൊമോഷൻസേ കൊടുത്തില്ല എന്നതും ആ ഒരു
ടീം ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതാണ്. അധികം പ്രൊമോഷൻ കൊടുക്കാഞ്ഞത് നന്നായി. മോഹൻലാൽ ഫാൻസ് വെറും ചില മോഹൻലാൽ ഫാൻസ്, എല്ലാവരെയും അല്ല, അവർ കുറച്ച് വട്ടന്മാരാണ് എന്ന് ഞാൻ പറയും. എന്നെ പോലുള്ള കുറച്ച് പേരും ഉണ്ട്. എന്നാൽ ചിലരുണ്ട് അവർക്ക് അല്ല എന്ന് പറഞ്ഞ പോലെ ആ പടത്തിലെ കണക്ക് മോഹൻലാൽ സിനിമ ഞാൻ കണ്ടിട്ടില്ല, എങ്കിലും എല്ലാവരും പറയുന്നു അതുപോലെ ആയില്ല. എൻ്റെ ഇന്ന് സിനിമ കണ്ടിറങ്ങിയ ശേഷം ഒരാൾ പറഞ്ഞ കാര്യമാണ്. പോലെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനൊരു രീതിയിൽ ഇവന്മാർ ജേണർ അനുസരിച്ചല്ലേ സിനിമ കാണാൻ വരുന്നതല്ലേ, ജേണർ മനസ്സിലാക്കിയല്ലേ ഈ സിനിമ കാണാൻ വരുന്നത്. ഇതൊരു ഒരു ഫിക്ഷണൽ മൂവിയാണ്. ആക്ഷനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു ഫിക്ഷണൽ മൂവിയാണ്. അതിനെയൊക്കെ കാണാൻ വരുമ്പോൾ അതിൻ്റെതായ ആ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കി എടുത്തിട്ട് സിനിമ കാണാൻ ചെല്ലേ. എന്നിട്ട് വാ, നീയൊക്കെ ആടാ നിൻ്റെ മോഹൻലാലിനെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോഹൻലാലിനെ, എന്നെ പോലുള്ള ഫാൻസ് തന്നെയാണ് മോഹൻലാലിനെ നശിപ്പിക്കുന്നത്. ഇതിനൊക്കെ അടിയും ഇടിയും മാത്രം മതിയോ മോഹൻലാലിൽ നിന്ന്? നല്ല നടൻ്റെ പെർഫോമൻസ്, മോഹൻലാലിൻ്റെ നടനെന്ന നിലയിലുള്ള പെർഫോമൻസ്, മോഹൻലാലിൻ്റെ മുഖം അനങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കാൾ ഉപരി അയാളുടെ കണ്ണിലൊരു ഇത് വരും, ആ ഒരു ഇത് കാണാൻ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ടായൊരു കാര്യമാണ്. മോഹൻലാൽ നല്ലൊരു ഡയറക്ടറിൻ്റെ കീഴിൽ MTയുടെ സ്ക്രിപ്റ്റിലെ 2-ാം ഊഴത്തിൽ മോഹൻലാൽ വന്നാൽ അതൊരു ഒന്നൊന്നര സംഭവം എന്നെനിക്ക് ഉറപ്പുണ്ട്. MTയുടെ സ്ക്രിപ്റ്റാണ്. ആ സ്ക്രിപ്റ്റിന് അതൊരിക്കലും ഒരു മാസ് മസാല സ്ക്രിപ്റ്റ് ആയിരിക്കത്തില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. കാരണം MT ആണ് എഴുതിയത്. അപ്പം ആ സിനിമയെ ഒരിക്കലും മാസ് മസാല വഴി രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യരുത് എന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. കാരണം മോഹൻലാലിൻ്റെ നടനെ ഞാൻ 2-ാം ഊഴം വായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ പറയുന്ന സിനിമയുടെ റിവ്യൂ വേറെയാണ്, എങ്കിലും ആ സിനിമയുടെ റിവ്യൂവിൽ പറയാം. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു എനിക്ക് നന്നായി വർക്കായൊരു പടമാണ്. കാരണം ഞാൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ അതനുസരിച്ച് കിട്ടി. കാരണം എല്ലാ മേഖലയും വലിയൊരു സംഭവമൊന്നുമല്ല. കാരണം ഈ സിനിമയിൽ നിന്ന് ഞാൻ ഒരു ബാഹുബലിയോ ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം അതുകൊണ്ട് തന്നെ കാരണം ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ ഞാൻ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് തന്നെ കിട്ടി. അതിനപ്പുറം ഒരു ചെറിയൊരു സാധനമൊക്കെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിരുന്നു. ബാക്കിയുള്ളവരുടെ കാര്യം, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നിങ്ങളത് സിനിമ കണ്ടിട്ട് പറയൂ. അല്ലാതെ സിനിമ കാണാതെ ആരുടെയെങ്കിലുമൊക്കെ റിവ്യൂ കോക്കും എൻ്റെ അടക്കം ഞാനൊക്കെ പറയുന്നത് പോലെ ഞാൻ ആരുടെ അടുത്തും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണൂ എന്ന് നിർബന്ധിക്കത്തില്ല ഒരു റിവ്യൂ. പക്ഷേ നിങ്ങൾ കണ്ടിട്ട് പറയൂ. അല്ലാതെ ഈ രാവിലെ മുതൽ ഇറങ്ങും ഓരോരുത്തന്മാർ റിവ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ എന്ന് കഴിയണ്ട അതിൻ്റെ പകുതി ആകുമ്പോഴത്തേക്ക് തുടങ്ങും ഇങ്ങനെ അത് പോയി ഇത് പോയി, മോഹൻലാലിന് എക്സ്പ്രഷൻ വരുന്നില്ല, മറ്റത് വരുന്നില്ല, അതെറിഞ്ഞത് വരുന്നില്ല. പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകൾക്കാണ് കൂടുതലും ഇങ്ങനെ ഒരു രീതിയിലുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്. ഒരു സൈബർ അറ്റാക്ക് കൂടുതലും ഉള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താണ് അദ്ദേഹമാണ് മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയാൻ പറ്റൂ. എന്തായാലും നല്ലൊരു സിനിമയായിരുന്നു. നല്ല രീതിയിൽ വർക്ക് ചെയ്ത രണ്ട് റീഇൻകാർണേഷനാണ് സിനിമയുടെ പുനർജന്മമാണ് ഒരു കോൺസെപ്റ്റിൽ ആ 2 ഭാഗവും. അതായത് ആദ്യത്തെ വൃഷഭ എന്ന ക്യാരക്ടർ വിജയേന്ദ്ര വൃഷഭ എന്ന ക്യാരക്ടറിനെ മോഹൻലാലിലൂടെ പ്രസൻറ്റ് ചെയ്തത് അത്യാവശ്യം നന്ദകിഷോർ അത്യാവശ്യം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. കാരണം ഈ അടുത്തൊന്നും ആ രീതിയിലൊരു നമ്മുടെ മരക്കാറിൽ പ്രിയദർശൻ പ്രസൻറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ സിനിമയ്ക്ക് അന്ന് കിട്ടിയ നെഗറ്റീവ്സിന് പകരം അത് കിട്ടുന്നത് ഇന്ന് ആ സിനിമയുടെ കളക്ഷൻ ഏത് ലെവലിൽ പോയി നിന്ന് അന്നേ അത് 200 CR ടച്ച് ചെയ്തേനെ. 200 CR മുകളിൽ ആ സിനിമയ്ക്ക് ടച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ടായിരുന്നു.
അന്ന് ആ സിനിമ എനിക്ക് ആദ്യത്തെ അത്രയും നെഗറ്റീവ് കേട്ടിട്ട് പോയത് കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. എനിക്കത് അന്ന് തിയേറ്ററിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ അത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ആ സിനിമ വളരെ തെറ്റാണെന്ന് തോന്നി. ഞാൻ ആ റിവ്യൂ ഞാൻ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് ശരിയല്ല, തെറ്റാണെന്ന് തോന്നിയ ഒരു സിനിമയാണ്. കാരണം കുഞ്ഞാലി മരയ്ക്കാർ നാലാമൻ മരിക്കുന്നത്, നാലാമനെ കൊല്ലുന്നത് അങ്ങനെയല്ല. കൊന്ന് പല ശരീരഭാഗങ്ങൾ ഓൾറെഡി സാമൂതിരി ചതിച്ചാണ് കൊല്ലുന്നത്. സാമൂതിരിയുടെ ഭാഗത്തു നിന്നും ചതി ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടെ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സാമൂതിരിയെ വെളുപ്പിച്ചു എന്നതാണ് സിനിമ മൊത്തത്തിൽ. ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നീട് തോന്നി മനസ്സിലായത്. പിന്നീട് ഒരിക്കൽ പോലും ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുഞ്ഞാലി മരയ്ക്കാറിൻ്റെ കഥ അറിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും ആ സിനിമ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതൊരു തെറ്റാണ്. കുഞ്ഞാലി മരയ്ക്കാർ നാലാമനോട് ചെയ്ത തെറ്റ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലാണ് അയാൾ മോഹൻലാലിനെ ആ ഒരു രാജാവിൻ്റെ ഭാഗം, ഒരു വിജയേന്ദ്ര വൃഷഭ രാജാവ്, ത്രിലങ്ക ദേശം, കൃത്യമായിട്ട് വാക്കുകളൊന്നും വരുന്നില്ല. കാരണം അത്യാവശ്യം നമുക്ക് ആൾക്കാരെ ഫെമിലിയർ അല്ല. പിന്നെ മോശമായി പോകുമെന്ന് വിചാരിച്ചത് മലയാളം ഡബ്ബിങ്ങാണ്. അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്രയും നന്നാവുമെന്ന്. ഒരിക്കലും ഐ ഡോണ്ട് എക്സ്പെക്റ്റ് ഇറ്റ്. നന്നായി വന്നിട്ടുണ്ട്. നന്നായി തന്നെയാണ് അതിൻ്റെ സോങ്സൊക്കെ അത്യാവശ്യം. സോങ്സ് ഓൾറെഡി നമ്മൾ കേട്ടതാണ്. സോങ്സ് എല്ലാം നന്നായിരുന്നു. പിന്നെ ഒരു പ്രസൻറ്റ് വരുന്ന ആദി എന്ന ക്യാരക്ടർ, അതായത് മോഹൻലാലിൻ്റെ ആദി എന്ന ക്യാരക്ടർ വളരെ മനോഹരമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അതിൻ്റെ ക്ലൈമാക്സൊക്കെ എന്ന് വെച്ചാൽ എന്താണോ ആ സിനിമ, എന്താണോ ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ സ്റ്റോറി എന്താണോ അത് ഡിമാൻഡ് ചെയ്യുന്നതിനപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ബാക്കിയാക്കിയാണ് സിനിമ അവസാനിപ്പിച്ച, പെട്ടെന്നങ്ങ് നിർത്തി വെച്ചതുപോലെ ആയിപ്പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനപ്പുറത്തേക്ക് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. മ്യൂസിക്കായാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അത്യാവശ്യം നന്നായി ചെയ്തു. പിന്നെ VFX ചെറിയ ചിലയിടത്തൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാവും അത് ഗ്രീൻ മാറ്റാണെന്ന് മനസ്സിലാവുന്നൊരു ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം. പിന്നെ ചിലതൊക്കെ ലാസ്റ്റ് കിട്ടിയൊരു സാധനം, അതൊരു നൈസ് സാധനമായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ലാസ്റ്റ് ഒരു സംഭവം കിട്ടി. അത് നൈസായിരുന്നു, ജസ്റ്റ് നൈസ്. ആൻഡ് ദ ഫിലിം ഈസ് ഓൾവേസ് എനിക്ക് തോന്നിയത് നല്ല സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. അല്ലാതെ വല്ലവൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ആവരുത് ഒരിക്കലും. ആരുടെയും അഭിപ്രായം, മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും നിങ്ങളുടെ അഭിപ്രായമാവരുത് എന്ന് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു.